ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇതെൻ്റെ ഫസ്റ്റ് ട്രാവൽ വീഡിയോ ആണ്. നമ്മൾ കുറച്ച് ദിവസം മുന്നേ വിയറ്റ്നാം പോയിരുന്നു വിത്ത് ഫാമിലി. അപ്പം നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നാണ് കയറിയത്. ഒരു 12:40 AM ഒക്കെ ആകുമ്പോൾ കയറി. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മളെത്തി. പിന്നെ അവിടെ നമുക്ക് പിക്കപ്പ് ഉണ്ട്. ആൻഡ് നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ ഹോട്ടൽസ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. നമ്മളത് Airbnb വഴി അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്യായിരുന്നു. ആൻഡ് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും കാണും. വിത്ത് കിച്ചൺ, സ്റ്റൗ ഉണ്ടാവും, എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ ഉള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ദനാങ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, വിയറ്റ്നാം. അപ്പം ഇനി ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്തും. അപ്പം നമ്മുടെ പരിപാടി എന്നാന്ന് വെച്ചാൽ നേരെ പോവുക, ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഈവനിങ് ഒക്കെ ആകുമ്പം 2-3 സ്ഥലങ്ങളിലൊക്കെ പോകാമെന്ന് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ. സോ നമ്മുടെ വണ്ടി വന്നു. അപ്പം നമ്മളിതേ പോവാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക്. ആൻഡ് ഇവിടെ കുറേ ഐക്കോണിക് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് ഡ്രാഗൺ ബ്രിഡ്ജ്. അവിടെ നമ്മളിന്ന് പോകാമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തായിട്ട് വാക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു ബീച്ചുണ്ട്, ദനാങ് ബീച്ച്. അതാണ് വേൾഡ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചാണ്. അവിടെ പോകണം. അത് കഴിഞ്ഞ് ഈവനിങ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രാഗൺ ബ്രിഡ്ജിലേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ ഇന്ന് അതുകൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാമെന്നാണ് ഓർക്കുന്നത്. ആൻഡ് ഇത് രണ്ടാമത് കാണുന്നതാണ് നമ്മുടെ ഡ്രാഗൺ ബ്രിഡ്ജ്. അപ്പം അതാണ് വൈകിട്ട് നമ്മൾ പോകുന്നത്. ആൻഡ് നമ്മൾ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് ചപ്പൽസ് ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ. അതുപോലെ ഫ്രിഡ്ജ്, സ്റ്റൗവ്, പിന്നെ റൂംസൊക്കെ തന്നെ. താഴെ 2 റൂം, മുകളിൽ 1 റൂം. പിന്നെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ബീച്ചിലും അവിടെയൊക്കെ പോയി തിരിച്ചു വന്ന് എന്തെങ്കിലും അടുത്ത് ഇന്ത്യൻ സ്റ്റോറുണ്ട്, അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന് വെച്ചിരിക്കുന്നു. ആൻഡ് നമ്മൾ ബീച്ചിലെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ദനാങ് ബീച്ച്. ഇവിടെ നല്ല രസമാണ്. നൈറ്റ് വ്യൂ ഒക്കെ നല്ലതാണ്. നമ്മൾ വേഗം അതൊക്കെ കഴിഞ്ഞ് ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടേക്ക് ചെന്നു. ഇവിടെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ എന്തോ ഒരു ഷോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അത് കാണാമെന്ന് വെച്ചാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. പക്ഷേ നമുക്ക് തേപ്പ് കിട്ടി, അത് ഇല്ലായിരുന്നു. ആ ഒരു വീക്ക് ഇല്ല. അവിടെ എന്തോ ഒരു വിയറ്റ്നാമിൽ ഏതോ ഫേമസ് ആൾ മരിച്ചത് പ്രമാണിച്ച് അതില്ല. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല. സോ നമ്മൾ തിരിച്ചു പോയി. ആൻഡ് പിറ്റേ ദിവസം നമ്മൾ വീണ്ടും മോർണിംഗ് ആ ബീച്ചിലേക്ക് തന്നെ തിരിച്ചു വന്നു. കാരണം നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല. നല്ല വെട്ടമില്ല, അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്, മാർബിൾ മൗണ്ടൻസ്. ആൻഡ് ഇതൊരു വർത്ത് വിസിറ്റിംഗ് പ്ലേസാണ്. ഇറ്റ് ഹാസ് സം കൾച്ചറൽ സിഗ്നിഫിക്കൻസ്, ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പഗോഡ, കേവ്, ടെമ്പിൾ, അങ്ങനെ ഒരു സ്ഥലമാണ്. ഇതെല്ലാം ലൈംസ്റ്റോൺ പീക്സ് ആണ് എല്ലാം. ആൻഡ് അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ ഇറങ്ങി. ഇനിയും നമ്മൾ പോകുന്നത് ഹുയാൻ എന്ന് പറഞ്ഞൊരു ഏൻഷ്യൻ ടൗൺ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതൊത്തിരി ഉണ്ട് കാണാൻ. മാർബിൾ മൗണ്ടൻസ് ഒരുപാടുണ്ട്. കേവ്സ്, ടെമ്പിൾ, പക്കോട, അങ്ങനെ കേവുകളുണ്ട്, ടെമ്പിളുണ്ട്, അങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട്. അതൊക്കെ കവർ ചെയ്ത് വരുമ്പോൾ ഒരു സമയമാവും. അത് കഴിഞ്ഞ് നമ്മൾ ഹുയാൻ എന്ന് പറഞ്ഞൊരു ഏൻഷ്യൻ ടൗണിലേക്കാണ് പോകുന്നത്. സോ ദിസ് ഇസ് ദാറ്റ് ഏരിയ. ഇവിടെ ഒത്തിരി കച്ചവടവും അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട്. ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, നല്ല പൂക്കളുണ്ട്, നല്ല ലാൻറ്റേൺസ് ഉണ്ട്. അങ്ങനെ ഒരു ലാൻറ്റേൺ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ലിസ്റ്റഡ് ഇൻ ദ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ആൻഡ് ഈ സ്ട്രീറ്റൊക്കെ നല്ല രസമാണ്. പലതരം കച്ചവടമുണ്ട്. നല്ല ഫ്രൂട്ട്സ്,
പൂക്കൾ. അപ്പം ഈ പൂക്കളും ലാൻഡേൺസും കൊണ്ട് നല്ല ഡെക്കറേറ്റീവ് നല്ലൊരു മൂഡാണ്. ആൻഡ് ഇവിടെ ഈവനിങ് വരണം, എന്നാലേ ഇവിടെ ഒരു നല്ല നൈറ്റ് ലൈഫ് നമുക്ക് കാണാൻ പറ്റും. സോ ഈവനിങ് വരുന്നതായിരിക്കും നല്ലത് ഈ ഒരു സിറ്റിയിലോട്ട്. ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് അവൈലബിൾ ആണ്, വിയറ്റ്നാമീസ് സ്പെഷ്യൽ. അപ്പം ഇവിടെ ഒരു വട്ടം ഒരു എടുത്ത് കണ്ട ഒരുപാട് ഫ്രൂട്ട്സ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ നല്ല നല്ല പഴുത്ത മാങ്ങ അതൊക്കെ കിട്ടും, കുറേ ഇങ്ങനെ കിട്ടും. പിന്നെ ഇത് ബനാന പാൻ കേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമാണ്, അവരുടെ സ്പെഷ്യൽ സാധനമാണ്. ഇതൊരു നല്ലൊരു ഐറ്റമാണ്. ഇതും ഒരു പാൻ കേക്ക്. ഇത് സ്റ്റഫ്ഡ് റൈസ് പാൻ കേക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഡെലീഷ്യസ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതാണ് ഇവരുടെ നൈറ്റ് ലൈഫ്. ഈ ലാൻഡേൺ ചില സമയത്ത് ഇവിടെ ലാൻഡേൺ ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വ്യൂ അടിപൊളിയാണ്. ഞാൻ ഇങ്ങനൊന്നും കണ്ടിട്ടില്ല, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇതൊക്കെ, കണ്ടോ? അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ലാൻഡേൺസ് കത്തിച്ച് ഇങ്ങനെ ഒഴുക്കി വിടാം നമുക്ക്. അപ്പം ഞാനും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു. ആൻഡ് ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക. ബൈ.